ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഡിസംബർ 13. ജീവിതത്തിൻ്റെ അർത്ഥം. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15 അധ്യായം 54 വാക്യം. അർജന്റീനിയൻ എഴുത്തുകാരനായ ജോർജ് ലൂയിസ് ബോർഗസിൻ്റെ ഒരു ചെറുകഥ. മരണത്തിൽ നിന്നു മനുഷ്യരെ ശുദ്ധീകരിക്കുന്ന ഒരു രഹസ്യ നദിയിൽ നിന്ന് കുടിക്കുന്ന ഒരു റോമൻ പട്ടാളക്കാരനായ മാർക്കസ് റൂഫസിനെ കുറിച്ച് പറയുന്നു. എന്നിരുന്നാലും കാലക്രമേണ അമർത്യതയെ മാത്രമല്ല അത് തകർത്തതെന്ന് മാർക്കസ് മനസ്സിലാക്കുന്നു. പരിധികളില്ലാത്ത ജീവിതം പ്രാധാന്യമില്ലാത്ത ജീവിതവുമായിരുന്നു. സത്യത്തിൽ മരണം തന്നെയാണ് ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. മാർക്കസ് ഒരു മറുമരുന്ന് കണ്ടെത്തുന്നു. ശുദ്ധജലത്തിൻ്റെ ഒരു നീരുറവ. അതിൽ നിന്ന് കുടിച്ച ശേഷം അവൻ ഒരു മുള്ളിൽ കൈ ഉരസുന്നു. അവൻ്റെ പുനഃസ്ഥാപിക്കപ്പെട്ട മരണത്തെ സൂചിപ്പിക്കുന്ന ഒരു തുള്ളി രക്തം പൊടിയുന്നു. മാർക്കസിനെ പോലെ ജീവിതത്തിൻ്റെ തകർച്ചയിലും മരണത്തിൻ്റെ യാഥാർത്ഥ്യത്തിലും നാമും ചിലപ്പോൾ നിരാശരാണ്. മരണം ജീവിതത്തിന് പ്രാധാന്യം നൽകുന്നുവെന്ന് നാം സമ്മതിക്കുന്നു. എന്നാൽ ഇവിടെയാണ് കഥകൾ വ്യതിചലിക്കുന്നത്. മാർക്കസിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്തുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തിലാണെന്ന് നമുക്കറിയാം. ക്രൂശിൽ തൻ്റെ രക്തം ചൊരിഞ്ഞുകൊണ്ട് ക്രിസ്തു മരണത്തെ കീഴടക്കി, അതിനെ നീക്കി വിജയം കൈവരിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം മറുമരുന്ന് യേശുക്രിസ്തു എന്ന ജീവജലമാണ്. നാം അത് കുടിക്കുന്നതിനാൽ ജീവിതം, മരണം, അനശ്വരമായ ജീവിതം എന്നിവയുടെ എല്ലാ നിയമങ്ങൾക്കും മാറ്റം വന്നു. ശാരീരിക മരണത്തിൽ നിന്ന് നാം രക്ഷപ്പെടില്ല എന്നത് സത്യമാണ്. പക്ഷേ അതല്ല കാര്യം. ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള നമ്മുടെ എല്ലാ നിരാശയും യേശു തകിടം മറിക്കുന്നു. ക്രിസ്തുവിൽ സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശയുടെയും അവനോടൊപ്പമുള്ള നിത്യജീവിതത്തിൻ്റെ അർത്ഥവത്തായ സന്തോഷത്തിൻ്റെയും ഉറപ്പ് നമുക്ക് ലഭിക്കുന്നു. ചിന്തിക്കുക, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ആകുലപ്പെടുന്നത്? മരണസാധ്യതയെക്കുറിച്ച് നിങ്ങളുടെ ചിന്തകൾ എന്താണ്? 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ നിങ്ങളെ എങ്ങനെയാണ് ധൈര്യപ്പെടുത്തുന്നത്? ദൈവത്തിന് മഹത്വം.